നിങ്ങൾ റിതം സീറോ എന്ന് കേട്ടിട്ടുണ്ടോ? മനുഷ്യരുടെ തലയിൽ ക്രൂരത ഒളിഞ്ഞിരിക്കുന്നു എന്ന സത്യം തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. 1974 ഒരു സെർബിയൻ ആർട്ടിസ്റ്റ് ഇറ്റലിയിലെ നേപ്പിൾസിൽ വെച്ച് മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു പരീക്ഷണത്തിന് മുതിർന്നു. മറീന അബ്രമോവിച്ച് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ആളുകൾ നിറഞ്ഞ ഒരു പൊതുസ്ഥലത്ത് 6 മണിക്കൂർ ഒരു പ്രതിമ പോലെ നിൽക്കാൻ തുടങ്ങി. അവിടെ മേശപ്പുറത്ത് 72 തരം സാധനങ്ങളുണ്ടായിരുന്നു. 3 വിഭാഗങ്ങളായി ഈ സാധനങ്ങളെ തിരിച്ചിരുന്നു. ഒന്നാമത്തെ വിഭാഗത്തിൽ തേൻ, നൂലുകൾ, പഞ്ഞി, ലിപ്സ്റ്റിക്ക്, തൂവൽ എന്നിങ്ങനെ സന്തോഷം തരുന്നതും മാത്രം. രണ്ടാമത്തെ വിഭാഗത്തിൽ ചെറുതായി വേദനിക്കുന്ന സാധനങ്ങൾ, സൂചി, മുളക്, റഫ് പേപ്പറുകൾ എന്നിങ്ങനെ. മൂന്നാമത്തെ വിഭാഗത്തിൽ കടുത്ത വേദനയും പേടിയും നൽകുന്ന നശിപ്പിക്കുന്ന സാധനങ്ങൾ, കത്തി, കത്രിക, നിറതോക്ക് എന്നിങ്ങനെ. തുടക്കത്തിൽ ആർട്ടിസ്റ്റ് പറഞ്ഞു, ഞാൻ 6 മണിക്കൂർ തുടർച്ചയായി ഇവിടെ നിൽക്കും. 72 സാധനങ്ങൾ ഉപയോഗിച്ച് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തെ 2 മണിക്കൂറിൽ ആളുകൾ ഒന്നാം വിഭാഗത്തിലെ നല്ല വസ്തുക്കൾ മാത്രം എടുത്ത് ആ സ്ത്രീയുടെ ശരീരത്തിൽ പ്രയോഗിച്ചു. എന്നാൽ 3 മണിക്കൂർ മുതൽ 4 വരെയുള്ള സമയത്ത് ആളുകളുടെ സ്വഭാവം മാറിത്തുടങ്ങി. രണ്ടാം വിഭാഗത്തിലെ ചെറുവേദനകൾ ഉണ്ടാക്കി തുടങ്ങി. സൂചി കൊണ്ട് ചെറുതായി കുത്താൻ തുടങ്ങി. ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ പോറലുകൾ ഉണ്ടാക്കി. എന്നാൽ 5 മുതൽ 6 മണിക്കൂർ വരെ ആളുകൾ അക്രമാസക്തരായി. വസ്ത്രങ്ങൾ മുറിച്ചു കളഞ്ഞു. തോക്കെടുത്ത് വെടിവയ്ക്കാൻ ശ്രമിച്ചു. കഴുത്തിൽ മുറിവുണ്ടാക്കി രക്തം കുടിക്കാൻ ശ്രമിച്ചു. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റിന് പലതരം പരിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞ 6 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ സ്ത്രീ ചലിച്ചതുകൊണ്ട് ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ചിന്തിക്കുക, തിരികെ യാതൊന്നും ചെയ്യില്ലെന്നും യാതൊരു നിയമവും ബാധകമല്ലെന്നും വന്നാൽ മനുഷ്യരുടെ ഉള്ളിലെ ക്രൂരത പുറത്തു വരാം.